അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സജിത. ഞങ്ങൾ മഞ്ചേരിയിലാണ് താമസം. ജോലിയുമായി ബന്ധപ്പെട്ട് മേനോമ്പാറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ കല്യാണത്തിന് സമയത്ത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു നല്ല ഹിന്ദു വിശ്വാസിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ അമ്പലത്തിൽ പോകുന്നതോ എൻ്റെ വിശ്വാസങ്ങൾ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, തനിക്ക് തൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, അതിൽ ഞാൻ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പ്രയറിന് വരുന്നത് പുള്ളിക്കൊരു ഇഷ്ടക്കുറവായിട്ട് എനിക്ക് തോന്നി. എന്നോട് പറഞ്ഞില്ല, പക്ഷേ എനിക്കത് മനസ്സിലായി തുടങ്ങി. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പുലർച്ചെ 3 മണിക്ക് എണീറ്റ് പുള്ളിക്ക് വേണ്ടി ഒരു 2 മാസത്തോളം പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഹസ്ബൻഡ് എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പുള്ളി തന്നെ വ്യാഴാഴ്ച ആകുമ്പോഴത്തേനും എന്നോട് വിളിച്ച് പറയും, നാളെ ലീവ് പറഞ്ഞില്ലേന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. നാളെ പ്രയറിന് പോകാനുള്ള ദിവസമാണ്, അത് മറന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസമാണെങ്കിൽ പുള്ളി തന്നെ അത് ഓർത്തിങ്ങ് പറയും. പിന്നെ ചിലപ്പോൾ ഡ്യൂട്ടി ഇടുന്ന തിരക്കത്തിന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. അലാറം വയ്ക്കാൻ വിട്ടുപോയാൽ പുള്ളി തന്നെ പുലർച്ചെ 3 മണിക്കുള്ള അലാറം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നെക്കാളും പുള്ളി കൂടുതൽ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പുലർച്ചെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി കൂടി വിശ്വാസത്തിലേക്ക് കടന്നു. ഹല്ലേലൂയ.